ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പുട്ട് ബിരിയാണി. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫിലും ഫിഷിലും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ചിക്കനിലാണ്. ഇതിനധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ബിരിയാണിയുടെ റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാൻ പുട്ടുപൊടി സാധാരണ പാക്കറ്റ് പുട്ടുപൊടി തന്നെയാണ് എടുത്തത്. ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കണേ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പുട്ടുപൊടിനൊന്ന് നനച്ച് വെക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നനച്ച് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഈ ഉപ്പിട്ട വെള്ളം കുറേശ്ശെ ഈ പുട്ടുപൊടിയിലിട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തന്നെ ചെയ്യണേ. കുറച്ച് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ വെള്ളം എല്ലായിടത്തും എത്തണം നമ്മുടെ പുട്ടുപൊടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പം വെള്ളം പുട്ടുപൊടിൻ്റെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ടൈം നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഈ 3 ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണേ. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരാം. ഇതുപോലെയാണ് വേണ്ടത്, ഓവറായിട്ട് പേസ്റ്റ് ആയി പോയത്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് വെച്ചിരിക്കുന്നത്. ഈ കടായി ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 6 kg ആണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചുകൂടി അധികം നെയ്യ് വേണം കേട്ടോ. ഇനി ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി എന്ന് പറഞ്ഞാൽ ചോപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ സാധനം ബിരിയാണിക്ക് സ്ലൈസ് ചെയ്തിട്ടില്ല, ഇതിൽ അങ്ങനെ പറ്റില്ല. ചോപ്പ് ചെയ്ത് തന്നെ ആഡ് ചെയ്യണേ. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാല പ്രിപ്പറേഷനൊക്കെ മീഡിയം ഫ്ലെയിം തന്നെ ചെയ്യണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ ചെയ്താൽ മതി. ഈ 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും, അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതും ചോപ്പ് ചെയ്ത തക്കാളിയാണ് ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളീനെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിക്കാതിരിക്കാനാണേ. ഒന്നും കൂടി വേവാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 കൈപ്പിടി വേണ്ട, അതിൽ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. 1 കൈപ്പിടി മല്ലിയില കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർക്കാം. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 200 ഗ്രാം ചോപ്പ് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന ടൈപ്പിലാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ.
ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ചും കൂടി ബിരിയാണീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കോലം, ഒരു ചെറിയ കറുവാപ്പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു ഏലക്ക ഇത് ചേർത്ത് കൊടുക്കണേ. ഇത് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെയ്യ് ഒഴിച്ചില്ലേ, ആ ടൈം തന്നെ ഇത് മൂപ്പിച്ചാൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുക. എന്നോട് മറന്നു പോയതാട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കാവാൻ അധികം ടൈമൊന്നും എടുക്കില്ല. ചിക്കന് നമ്മൾ ചോപ്പ് ചെയ്തിട്ടല്ല ഇട്ടത്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് ഇനി മൂടി വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കട്ടോ. അടിയിൽ പിടിക്കുക, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ മസാലയിൽ വെള്ളം ഉണ്ടാകുമ്പോൾ പുട്ടിന്ന് ആവി പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ വെള്ളം വറ്റിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്യാം. നമ്മളൊരു അരക്കഷ്ണം ഉള്ളിനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഉള്ളിയാണേ. അരക്കഷ്ണം ഉള്ളി അത്രയേ വേണ്ടൂ കേട്ടോ. അത് സ്ലൈസ് ചെയ്താണേ വേണ്ടത്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ അധികം നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, അപ്പോൾ ആ ക്രിസ്പി കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം. ഇനി കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതിനൊരു കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര തിന്നാൻ ഇഷ്ടം അത്രത്തോളം കാഷ്യൂ ഇട്ടോ. ഇതും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. അത് ഇട്ട പാടന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ, അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ കളർ മാറുമ്പോൾ തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ നനച്ച് വെച്ച പുട്ടുപൊടിയില്ലേ, അത് തുറന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് ഇത്തിരി കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഈ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പുട്ടുപൊടിയോടെ സെറ്റായിട്ടുണ്ടേ. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടോ എന്നറിയാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇതുപോലെ കുറച്ച് പുട്ടുപൊടി എടുക്കാം. എന്നിട്ടൊരു ബോളാക്കിയിട്ട് അത് പൊട്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് പുട്ടുപൊടിയായിരിക്കും എന്നറിയാം. ഓവർ ഹാർഡ് ആവാൻ പാടില്ലേ. ഇനി നമുക്ക് പുട്ട് ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. ഞാൻ എല്ലാ ഐറ്റം ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇടാമല്ലോ. ആദ്യം മസാല എടുത്തിട്ട് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇടാം. 1-2 ടീസ്പൂൺ മതി കേട്ടോ. അതിനുശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒരു കഷ്ണം പുട്ടിൻ്റെ കണക്കിൽ കേട്ടോ. അതിനുശേഷം വീണ്ടും മസാല, അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂനട്ടും കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടിച്ച് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അടുത്ത സെയിം തന്നെ മസാലയും ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്യൂനട്ടും റൈസിൻസും ഗീയും. ഞാനിവിടെ 2 കഷ്ണം പുട്ടിൻ്റെ ഉള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 3 കഷ്ണം പുട്ടാണെങ്കിൽ ഈ പ്രോസസ്സൊക്കെ സെയിം റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇനി പുട്ടിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പുട്ടുപാത്രത്തിൽ വെള്ളം ബോയിലാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ബോയിലായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത പുട്ടിനെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ പുട്ട് എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റുള്ളതായിട്ടാണേ. ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാലും ഒന്ന് വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയാലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.